ഹായ് ഫ്രണ്ട്സ്, വെൽക്ം ടു സുഷീസ് എല്ലി കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മളുടെ എല്ലാ മല്ലൂസിൻ്റെ ഫേവറേറ്റ് ആയ ചക്ക എരിശ്ശേരി. ചക്കയുടെ സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ചക്കയുടെ സീസണിൽ കുറേ ചക്കയുടെ റെസിപ്പീസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചക്കയുടെ ഒരുപാട് റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വീട് പണിയുമൊക്കെ ആയിട്ട് കുറേ ബിസി ആയിരുന്നു. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ കാലമായി എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന്ന് നമ്മളുടെ ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട്ടിൽ ഷൂട്ട് ചെയ്തതല്ല, ഇത് പഴയ വീട്ടിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള നമ്മളുടെ ചക്ക എരിശ്ശേരി. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി. ചക്കയുടെ സീസണാണ്. ചക്ക ഒരുപാട് ഹെൽത്തിയാണ്. ചക്കയുടെ ഗുണങ്ങൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരുപാട് ഹെൽത്തിയാണ്. ചക്കകളുടെ ജാക്ക് ഫ്രൂട്ടിന്റെ എല്ലാ റെസിപ്പീസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട്സാണ്, വ്യൂസും കമൻസുമാണ് മുന്നോട്ടുള്ള സ്ട്രെങ്ത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ചക്ക എരിശ്ശേരി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ കുറേ റെസിപ്പീസ് ചക്ക കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചക്ക എരിശ്ശേരി പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നല്ലതുപോലെ വിളഞ്ഞ ചക്കയാണ്. വിളഞ്ഞ ചക്ക, കൂഴച്ചക്കയോ വരിക്കച്ചക്കയോ എന്ത് വേണേലും എടുക്കാം. വിളഞ്ഞ ചക്ക എന്ന് പറയുമ്പോൾ ചക്ക എരിശ്ശേരിക്ക് ഇതേ കണ്ടില്ലേ, കുറച്ച് മഞ്ഞ കളർ വന്നു തുടങ്ങി. എന്നാൽ ഇത് പഴുത്തിട്ടില്ല. ചെറിയ ഒരു പുളിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് മധുരം പോലെ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ വരാൻ തുടങ്ങും നമ്മൾ കടിക്കുമ്പോൾ. അപ്പോൾ ഇത് ചക്ക എരിശ്ശേരിക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നീളത്തിൽ കട്ട് ചെയ്യരുത്, ഇങ്ങനെ റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ചക്ക വൃത്തിയാക്കാനും ക്ലീൻ ആക്കാനും ഒന്നും ആർക്കും കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. ജാക്ക് ഫ്രൂട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വേണമെങ്കിൽ കഴുകിയെടുക്കാം. മണ്ണോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ എടുത്ത് അരിയുക. എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പം ചക്ക എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരല്പം ചക്കക്കുരു ഇടുന്നത് നല്ലതാണ്. ചക്കക്കുരു ഓവറായിട്ട് അങ്ങ് ഇടണ്ട. ഒരു അല്പം, ഒരു 10-12 ചക്കക്കുരു ഇങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചട്ടിയിലോട്ട്, ഞാൻ ഈ നമ്മുടെ മൺചട്ടിയിൽ വെക്കുന്നത്, എരിശ്ശേരിയൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതാണ് കേട്ടോ. അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചക്കക്കുരു വേവുന്നത് വരെ ചക്ക വേവിക്കാം, അത് കുഴപ്പമില്ല. കാരണം നമ്മൾ എരിശ്ശേരിക്കാണല്ലോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ഏറെ ചക്ക വെന്ത് പോയാലും കുഴപ്പമില്ല. ഓക്കെ. അല്പം മഞ്ഞൾ, ശകലം മഞ്ഞൾ, ഒരല്പം മുളക് പൊടി. ഒരുപാട് വേണ്ട, ഇത് ഒത്തിരി കളറുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ശകലം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ മുളക് പൊടി കേട്ടോ. ഒരല്പം ഉപ്പ് കൂടിപ്പോകണ്ട, നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കൊരു ഐഡിയ അറിയാമല്ലോ. ഞാനിപ്പം 1/4 സ്പൂൺ ഇടണം അല്ലെങ്കിൽ 1 സ്പൂൺ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് എത്രയും ചക്കയുണ്ടോ അതിൻ്റെ അളവിനനുസരിച്ച് ഐഡിയ വെച്ചിട്ട് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ചക്കക്കുരു ഒന്ന് വേവണം. പിന്നെ എരിശ്ശേരിക്കായതുകൊണ്ട് പിന്നെ ഡ്രൈ ആയിട്ടിരിക്കരുതല്ലോ. ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം എൻ്റെ ഈ ചക്കയ്ക്ക് നല്ല വേവുള്ള ചക്കയാണ്. പിന്നെ നമ്മൾ ചട്ടിയിൽ മൺകലത്തിലൊക്കെ വെക്കുവാണെങ്കിൽ വെള്ളം പെട്ടെന്ന് അബ്സോർവ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് തേങ്ങ വേണ്ട, ഒരു 2 പിടി തേങ്ങ മതിയാവും അരപ്പിന് വേണ്ടി. ഞാനിവിടെ ഒരു 2-2.25 പിടി തേങ്ങ എടുത്തിരിക്കുന്നത്. ചക്കയുടെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ കേട്ടോ, അത്രയും ഒരു തേങ്ങ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു പിടി തേങ്ങ സെപ്പറേറ്റ് മാറ്റി വെക്കുക. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വറുത്തിടണം. അതായത് എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് വറുത്തിടുമല്ലോ. അപ്പം വറുത്തിടാൻ വേണ്ടി ഒരു പിടി തേങ്ങ ഒന്ന് മാറ്റി വെക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇടേണ്ടത് ഒരു 2 ചുമന്നുള്ളി. മഞ്ഞൾ ചക്കയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരല്പം മഞ്ഞൾ കൂടി ഒന്നിടാം. ശകലം കൂടെ കളർ വേണമല്ലോ എരിശ്ശേരിക്ക്. പിന്നെ ഒരു 1 ടീസ്പൂണോളം ജീരകം ഇടുകയാണ് ഞാൻ. എനിക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 1 ടീസ്പൂണോളം ജീരകം നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു
2 അല്ലി വെളുത്തുള്ളി ഇടുകയാണ് ഞാൻ. നോർമലി എരിശ്ശേരിക്ക് ആരും വെളുത്തുള്ളി ആഡ് ചെയ്യാറില്ല, അതെനിക്കും അറിയാം, തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് ഇവിടെ ചക്കയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചക്കയിൽ ഇച്ചിരി ഗ്യാസ് ഫോർമേഷൻ ആവാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ വയറ്റിൽ. അപ്പം ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തത്. സാധാരണ നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഒക്കെയാണ് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത്. എരിശ്ശേരിക്ക് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യാറില്ല, ചിലർ ആഡ് ചെയ്യും, മാക്സിമം ആൾക്കാർ ആഡ് ചെയ്യാറില്ല. ഓക്കെ, ഓപ്ഷണലാണിത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇത് ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അങ്ങ് അരയ്ക്കേണ്ട, എന്നാൽ അവിയലിനേക്കാളും ഒരല്പം കൂടി ഒന്ന്, അതായത് ഒന്ന് ക്രഷ് ചെയ്യുന്നതിൽ ഒരല്പം കൂടി ഒന്ന് ഇതായിട്ട് അരച്ചെടുക്കാം. ചക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ചക്ക വെന്ത്. ഞാൻ ഏതെങ്കിലും ഒരു തവി ഉപയോഗിച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഒരു തവിയോ എന്തെങ്കിലും ഒരു സ്പൂണോ ഒക്കെ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇത് ശരിക്കും ഒരു ഇച്ചിരി ഉടച്ചെടുക്കണമല്ലോ. ഇപ്പം അടുപ്പയിൽ തന്നെ വെച്ചിരിക്കുവാണ്, അപ്പം അടിയിലൊക്കെ പിടിക്കാതെ നോക്കുക. ഫ്ലെയിം കുറച്ച് വെക്കുക. വെന്ത് കഴിഞ്ഞാൽ മൺചട്ടിയാണെങ്കിൽ സ്പെഷ്യലി സൂക്ഷിക്കണം. ഓക്കെ, നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കുക. എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ ചക്ക അവിയൽ, ചക്ക എരിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ. ഇച്ചിരി വെള്ളം കൂടിയൊന്ന് ആ മിക്സി കഴുകിയിട്ട് അത് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങ വറുത്തിട്ട് കടുകും വറുത്തിട്ട് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി കുറച്ചൊന്ന് കട്ടിയാകും തണുത്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പം നമ്മളിപ്പം ആവശ്യമുള്ളത്ര വെള്ളം ചേർത്തോളണം, കുറച്ചുകൂടെ വെള്ളം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്നൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ഒന്ന് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഒരു തിള വന്നു നല്ലപോലെ. ഇപ്പം നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിനൊഴിക്കാനായിട്ട് താളിക്കാനായിട്ട് കടുക് വറക്കാം, തേങ്ങ വറക്കാം. ഓക്കെ, ഞാനിവിടെ കടുക് താളിക്കാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചക്ക എരിശ്ശേരിക്ക് ഒരു ചെറിയ മധുരം, ഒരു ലൈറ്റ്, ഒരുപാടല്ല, ഒരു ചെറിയ മധുരം ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത സമയമില്ലേ, തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ചക്ക ഒരുപാട് വിളഞ്ഞതല്ല, ചെറിയ മധുരം ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു കുഞ്ഞു പീസ് ശർക്കര അല്ലെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരിഞ്ഞു പോകരുത്. ചിലർ നമ്മൾ ഈ കടുക് വറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തേങ്ങ വേണമെങ്കിൽ അങ്ങ് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ചെറിയ പാൻ യൂസ് ചെയ്തതുകൊണ്ട് തേങ്ങ ഞാനൊരു സെപ്പറേറ്റ് ഒന്ന് വറുത്തിട്ട് ഇട്ടോളാം. സാധാരണ എല്ലാവരും ഇതിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇതിലോട്ട് തന്നെ താളിച്ചു കൊടുക്കാം. അത് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കറിയുടെ തന്നെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം കരിഞ്ഞ തേങ്ങ ഇടരുത്. ഓക്കെ, തേങ്ങ നമ്മൾ വറുത്തെടുത്ത് അതങ്ങ് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. അടിപൊളി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്, കണ്ടിട്ട് കൊതി വരുന്നുണ്ട്. അത്ര ഈസിയേ ഉള്ളൂ, ഇത്ര ഒന്നുമില്ല ഇതിൽ ഉണ്ടാക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്ക എരിശ്ശേരി ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നമുക്ക് നമ്മുടെ കുത്തരി ചോറിൻ്റെ കൂടെയോ വെള്ളച്ചോറിൻ്റെ കൂടെയോ ഒക്കെ ബെസ്റ്റ് കറിയാണ്, ഹെൽത്തിയാണ്. ഇപ്പം സീസണലാണ്. എത്ര ചക്ക എരിശ്ശേരി വേണേലും ഉണ്ടാക്കാം. ചക്കക്കുരു തോരനുണ്ടാക്കാം. ഞാൻ ചക്കക്കുരു മുരിങ്ങയ്ക്കയും തോരനിട്ടിട്ടുണ്ട്, ചക്കക്കുരുവും ചീരയും കൂടെ തോരനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.
താങ്ക് യു.